ഇന്നൊരു ജോബ് ഹണ്ടാലോ ഗൈസ്. ഞാൻ ഈ കബഡി കളിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് അജ്മാനിലെ ഒരു കമ്പനിയിലേക്കുള്ള ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടാണ്. ഇത് UAE എത്തിയതിന് ശേഷമുള്ള എൻ്റെ 4ാമത്തെ ഇൻ്റർവ്യൂ ആണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ബാക്കി 3 ഇൻ്റർവ്യൂസിന് ഞാൻ ഫെയിലായെന്ന്. ഇല്ല ഗൈസ്, 3 ഇൻ്റർവ്യൂവിലും എന്നെ ഫൈനലൈസ് ചെയ്തിരുന്നു. പക്ഷേ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് അതൊക്കെ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. 11 മണിക്കുള്ള ഇൻ്റർവ്യൂവിന് രാവിലെ 7:30 തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട എൻ്റെ ആത്മാർത്ഥത്തെക്കുറിച്ച് ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ 7:30 റാസൽ ഖൈമയിൽ നിന്ന് അജ്മാനിലേക്ക് ബസ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അതിൽ കയറാതെ വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. കറക്റ്റ് 8:30 ആയപ്പോൾ തന്നെ അജ്മാനിലെത്തി. പിന്നെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് റോഡിലൂടെ തേരാപ്പാറ നടക്കുമ്പോഴാണ് തൊട്ട് ഫ്രണ്ടിൽ സിറ്റി സെൻറ്റർ കാണുന്നത്. സിറ്റി സെൻറ്റർ നേരെ അകത്തോട്ട് വെച്ച് ഓടിച്ചു. ഒരു പൂച്ചക്കുഞ്ഞ് പോലും ഇല്ലാത്ത സിറ്റി സെൻറ്ററിനകത്തൂടെ ഏകാന്തയായിട്ട് ഞാൻ തെക്കുവടക്ക് നടന്നു. കുറേ നടന്നു കൊടുത്തപ്പോൾ ഇരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ ഒരു 2.5 മണിക്കൂർ തള്ളി നീക്കി 11 മണിയായപ്പോൾ നേരെ ഇൻ്റർവ്യൂ സ്പോട്ടിലോട്ട് വിട്ടു. അവിടെ ചെന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നേരെ തിരിച്ച് റാസൽ ഖൈമയ്ക്ക് വിട്ടു. ഇനി എന്തുകൊണ്ടാണ് എനിക്ക് വന്ന ആദ്യത്തെ 3 ജോബ് ഓപ്പർച്യൂണിറ്റീസും ഞാൻ ക്യാൻസൽ ചെയ്തത് എന്നത് പറഞ്ഞു തരാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാലറി തന്നെയായിരുന്നു. നാട്ടിൽ തരക്കേടില്ലാത്ത സാലറി വാങ്ങുന്ന ഒരാളായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് UAEയിലേക്ക് എത്തുമ്പോൾ ഒരുപാട് ഡിമാൻഡ്സും ഉണ്ടാവും. നമ്മുടെ സാലറിയേക്കാൾ കൂടുതലായിരിക്കണം നമ്മുടെ നെക്സ്റ്റ് ജോബ് എന്നായിരിക്കും നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ UAEയിൽ എത്തിയതിന് ശേഷം ഞാൻ അറ്റൻഡ് ചെയ്ത ആദ്യത്തെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഒരു മലയാളിയുടെ സ്റ്റാർട്ടപ്പ് കമ്പനിയായിരുന്നു. അവിടെ അവരെനിക്ക് ഓഫർ ചെയ്ത സാലറി 1800 ദിർഹമായിരുന്നു. 1800 ദിർഹത്തിന് ഇന്ത്യൻ കറൻസിയിൽ എത്രയായിരിക്കും വാല്യൂ എന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നാട്ടിൽ നല്ല സാലറിയും വാങ്ങി ജോലി ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന് ഇതാണ് നമ്മുടെ ജോലിയുടെ സാലറി എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഷോക്ക് ഉണ്ടല്ലോ. അന്ന് പറന്നുപോയി എൻ്റെ കിളി പിന്നീട് ഈ നിമിഷം വരെ തിരിച്ചെത്തിയിട്ടില്ല. ജോലി അന്വേഷിക്കാനായിട്ട് UAEയിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ CV ആണ്. കുറച്ച് പൈസ കൊടുത്തിട്ടാണെങ്കിലും നല്ലൊരു പ്രൊഫഷണൽ CV നിങ്ങൾ ഉണ്ടാക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം അത്യാവശ്യം നല്ല കമ്പനീസൊക്കെ CVസിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. രണ്ടാമത്തേത് സ്കാം കോൾസ് ആണ്. അതായത് ഒരുപാട് ആൾക്കാർ ഈ ഫേക്ക് ആയിട്ടുള്ള ജോബ് ഓഫേഴ്സ് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള പണം തട്ടാനായിട്ട് ശ്രമിക്കും. സോ അങ്ങനെയുള്ള ഓഫേഴ്സിൽ നിങ്ങൾ വീഴാതിരിക്കുക. മാക്സിമം റിലയബിൾ ആയിട്ടുള്ള വെബ്സൈറ്റുകളിൽ കയറി പറ്റുമെങ്കിൽ കമ്പനി വെബ്സൈറ്റിൽ കയറി തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും പൈസ അവർ ഡിമാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. മൂന്നാമത്തേത് നിങ്ങളുടെ സാലറിയാണ്. നാട്ടിൽ നിങ്ങൾ എത്ര രൂപ സാലറി മേടിച്ചെന്നുള്ളതോ എത്ര എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതോ എല്ലാം നിങ്ങൾ മറന്നിട്ട് വേണം UAEയിലേക്ക് വരാനായിട്ട്. കാരണം അതിന് ഇവിടെ യാതൊരു വിലയുമില്ല.